ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഒരു കടലക്കറി ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണിൻ്റെ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി, ചെറിയൊരു ഉള്ളി നീളത്തിൽ മുറിച്ചതും 3 പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇത് നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ വെള്ളക്കടലയുടെ കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ തന്നെ നല്ല കട്ടിയായിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലോണം വാട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകുതി തക്കാളിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കേഴ്സിൻ്റെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലൊരു ചെറിയൊരു പുളിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തക്കാളിയുടെ അളവ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഏകദേശം 2 ടീസ്പൂണിൻ്റെ അത്രയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അത്രയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കേഴ്സിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ബേക്കേഴ്സിൻ്റെ ചന മസാലയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചന മസാലയാണ് കേട്ടോ ഇതിൻ്റെത്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 2 ടീസ്പൂണിൻ്റെ അത്രയും ചന മസാലപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ആ ഒരു ദാബ സ്റ്റൈൽ കറിയൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ വേവിച്ച കാബൂലി കടലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലപ്പൊടി ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേറെ പെരുംജീരകമോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നോർമലി ഇതുപോലത്തെ കറിയിൽ നല്ല ടേസ്റ്റിനൊക്കെ പെരുംജീരകവും അതുപോലെ സിന്നമൺ സ്റ്റിക്കൊക്കെ ആഡ് ചെയ്യും. അപ്പം ഇതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ചില ഐറ്റംസ് ഉണ്ടല്ലോ, നമുക്ക് ചിലൊരു ബ്രാൻഡിനോട് നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ല, അതുപോലെ ഒരു ബ്രാൻഡാണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ മാത്രമേ ചന മസാല ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. ഇനി നമ്മളുടെ കടലയിലൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അതുപോലെ കറിയൊന്ന് ചെറുതായിട്ട് കുറുകി കിട്ടണം. അപ്പം നമ്മളുടെ കറിയൊക്കെ ഒന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ല, നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചട്ടി വെച്ച് ഒഴിക്കാം കേട്ടോ, കടുവൊക്കെ പൊട്ടിച്ചിട്ട്. അപ്പോൾ ഞാൻ അവിടെ അത് കടു പൊട്ടിക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അത്രയും വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയും ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത്. അതുപോലെ ഏത് തരം റൊട്ടിയുടെ കൂടിയും നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.